സിനിമാ ലോകത്തെയും ഒപ്പം രാജ്യത്തെ ഡിജിറ്റൽ വ്യവസായത്തെയും പിടിച്ചുലയ്ക്കുന്ന വ്യാജ സിനിമാ വിതരണത്തിനെതിരെ ഒടുവിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു. പ്രമുഖ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അതീവ ഗുരുതരമായ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും അടങ്ങിയ കത്ത് നൽകിയിരിക്കുകയാണ്. പുതിയ സിനിമകൾ ഉൾപ്പെടെയുള്ള സിനിമകൾ ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെയും ചാനലുകളിലൂടെയും വ്യാപകമായി ചോരുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഈ ശക്തമായ ഇടപെടൽ. വ്യാജപതിപ്പുകൾ ടെലഗ്രാമിലൂടെ നിർബാധം പ്രചരിക്കുന്നത് ചലച്ചിത്ര സൃഷ്ടാക്കൾക്കും നിർമ്മാതാക്കൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കും വരുത്തുന്നത് കോടികളുടെ സാമ്പത്തിക നഷ്ടമാണ്. ഇത് ഇന്ത്യയുടെ സർഗാത്മക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്നു എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. 1957 പകർപ്പവകാശ നിയമവും 1952 സിനിമാറ്റോഗ്രാഫ് നിയമവും അനുസരിച്ച് ഇത് ജാമ്യമില്ലാതെ ജയിൽ ശിക്ഷ വരെ ലഭിക്കാവുന്ന കടുത്ത കുറ്റകൃത്യമാണ്. വ്യാജപതിപ്പുകൾ വിൽക്കുന്ന ഇടങ്ങളിൽ വാറണ്ടില്ലാതെ റെയ്ഡ് നടത്തി സാധനങ്ങൾ പിടിച്ചെടുക്കാൻ പോലീസിന് അധികാരമുണ്ടെന്നും സർക്കാർ ഓർമ്മിപ്പിക്കുന്നു. ഒരു ഇന്റർമീഡിയറ്ററി പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ ടെലഗ്രാമിന് നിയമപരമായ ബാധ്യതയുണ്ട്. മുൻപും പലതവണ സർക്കാർ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് ചില ചാനലുകൾ ടെലഗ്രാം ബ്ലോക്ക് ചെയ്തിരുന്നു. എന്നാൽ ഒരു ചാനൽ പൂട്ടുമ്പോൾ അതിനു പകരമായി മിറർ ചാനലുകൾ, ബോട്ടുകൾ എന്നിവ വഴി പൈറേറ്റഡ് സിനിമകൾ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യപ്പെടുകയാണ്. കേവലം പേരിൽ മാത്രം ചാനലുകൾ ബ്ലോക്ക് ചെയ്യുന്ന രീതി ഇനി നടക്കില്ലെന്നും പ്ലാറ്റ്ഫോമിൽ ഒട്ടാകെ വ്യവസ്ഥാപിതമായ മാറ്റം വരുത്തണമെന്നുമാണ് മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാർ ടെലഗ്രാമിന് നൽകിയിരിക്കുന്നത് കർശന നിർദ്ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. അതിൽ ഒന്നാമത്തേത്, പകർപ്പവകാശ ലംഘന പരാതികൾ പരിഹരിക്കാൻ വേഗമേറിയതും ഫലപ്രദവുമായ സംവിധാനം ഉണ്ടാകണം എന്നതാണ്. രണ്ടാമതായി പറയുന്നത്, കോടതി ഉത്തരവോ സർക്കാർ നിർദ്ദേശമോ ലഭിച്ചാൽ ഉടൻ തന്നെ ആ ലിങ്കുകൾ നീക്കം ചെയ്യണം എന്നത് തന്നെയാണ്. മൂന്നാമതായി പറയുന്നത്, ഒരിക്കൽ നീക്കം ചെയ്ത സിനിമകൾ വീണ്ടും അപ്ലോഡ് ചെയ്യപ്പെടുന്നത് പൂർണ്ണമായി തടയണം എന്നതുമാണ്. നാലാമതായി, പൈറസിയിലൂടെ പണമുണ്ടാക്കുന്ന ചാനലുകൾക്കും അഡ്മിന്മാർക്കുമെതിരെ കർശന നടപടി വേണമെന്നതാണ്. അഞ്ചാമത്തെ കാര്യം, ഇത്തരം കുറ്റവാളികളുടെ വിവരങ്ങളും ലോകരേഖകളും സൂക്ഷിച്ചു വെക്കുകയും അത് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും വേണം എന്നതുമാണ്. വെറുമൊരു നോട്ടീസ് മാത്രമായി ഇതിനെ തള്ളിക്കളയാൻ ടെലഗ്രാമിന് സാധിക്കില്ല. ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വെറും 15 ദിവസത്തെ സമയം മാത്രമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. എടുത്ത നടപടികൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ആക്ഷൻ ടേക്ക് റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണം. ഇതിൽ പരാജയപ്പെട്ടാൽ IT ആക്ടിലെ സെഷൻ 79 പ്രകാരം ടെലഗ്രാമിന് ലഭിക്കുന്ന നിയമപരമായ പരിരക്ഷ, സ്റ്റേറ്റ് ഹാർബർ പ്രൊട്ടക്ഷൻ കേന്ദ്ര സർക്കാർ റദ്ദാക്കും. അങ്ങനെ വന്നാൽ ഉപയോക്താക്കൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ടെലഗ്രാം കമ്പനിയും നേരിട്ട് കോടതിയിൽ കയറിയിറങ്ങേണ്ടി വരും. മാത്രമല്ല, നിയമവിരുദ്ധ ചാനലുകളും ലിങ്കുകളും രാജ്യത്ത് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ തുടർ നടപടികളിലേക്ക് കേന്ദ്രം കടക്കുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതെ, നയം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ടെലഗ്രാമിന്റെ മറുപടിക്കായി കാത്തിരിക്കാം.